അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ മിയാമിയുടെ സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. വിദേശികൾക്ക് വീടുകൾ വാങ്ങാനും വാടകയ്ക്കെടുക്കാനും ഇത് തടസ്സമുണ്ടാകുന്നു. കഴിഞ്ഞ 5 വർഷമായി മിയാമിയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റത്തിന് ഇത് ഭീഷണിയാണ്. അമേരിക്കയിലെ മറ്റു പല സ്ഥലങ്ങളെയും പോലെ മിയാമിയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാന്ദ്യം കാണുന്നുണ്ട്. ഉയർന്ന പലിശ നിരക്കും റെക്കോർഡ് വിലയുമാണ് ഇതിന് പ്രധാന കാരണം. സൗത്ത് ഫ്ലോറിഡയിൽ ഇൻഷുറൻസ് ചെലവുകളും കോണ്ടോ മെയിൻ്റനൻസ് ഫീസുകളും വർദ്ധിച്ചു. ഇതുകൂടാതെ കോവിഡ് മഹാമാരി സമയത്ത് പലരും ഇവിടേക്ക് താമസം മാറിയത് ഒരു തരംഗം പോലെയായിരുന്നു. ആ തരംഗം ഇപ്പോൾ അവസാനിച്ചു. ഇപ്പോൾ വീട് അന്വേഷിക്കുന്നവരും ബ്രോക്കർമാരും മോർട്ട്ഗേജ് നൽകുന്നവരും പറയുന്നത് മറ്റൊരു കാര്യമാണ്. നിയമപരമായി ഇവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് പോലും എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറാമെന്ന ഭയമുണ്ട്. മിയാമിയിൽ പകുതിയിലധികം ആളുകളും വിദേശത്ത് നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഈ ഭയം റിയൽ എസ്റ്റേറ്റ് മേഖലയെ കൂടുതൽ തളർത്തുന്നു. റെഡ്ഫിൻ കോർപ്പ് എന്ന സ്ഥാപനം മാർച്ച് മാസത്തിൽ നടത്തിയ പഠനത്തിൽ മിയാമിയിലെ വീടുകളുടെ വിൽപ്പന 17% കുറഞ്ഞു എന്ന് പറയുന്നു. ഇത് രാജ്യത്തെ ശരാശരി കുറവിനേക്കാൾ 6 മടങ്ങ് കൂടുതലാണ്. സാധാരണയായി ഒരു വീട് വിൽക്കാൻ എടുക്കുന്ന സമയം ഏകദേശം 100 ദിവസമാണ്. ഇത് അമേരിക്കയിലെ ശരാശരി സമയത്തിൻ്റെ ഇരട്ടിയാണ്. വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. സില്ലോ റെൻ്റൽസ് എന്ന വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ഒരു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടക കഴിഞ്ഞ വർഷം 16% വരെ കുറഞ്ഞു. കെല്ലർ വില്യംസ് ക്യാപിറ്റൽ എന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിലെ മരൂജ ഗിൽ എന്ന ഏജൻറ്റ് പറയുന്നത്, ചില ആളുകൾക്ക് പേടിയുണ്ട്. അവർക്ക് വീട് വാങ്ങാനോ വാടകയ്ക്കെടുക്കാനോ ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എൻ്റെ വിസ നീട്ടിക്കിട്ടുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ എങ്ങനെ വാങ്ങും അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കും എന്ന് അവർ ചോദിക്കുന്നു. ഇത് നമ്മുടെ കച്ചവടത്തെ കാര്യമായി ബാധിക്കുന്നു എന്നാണ്. ട്രംപിൻ്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള നാടുകടത്തൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് അമേരിക്കയിലെ പല സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന മിയാമി പോലുള്ള നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് വേണം കരുതാൻ. ട്രംപിൻ്റെ രണ്ടാമത്തെ ഭരണത്തിൽ അഭയാർത്ഥികൾ, രാഷ്ട്രീയ അഭയം തേടുന്നവർ, താൽക്കാലിക സംരക്ഷണം ആവശ്യമുള്ളവർ എന്നിവർക്കെതിരെയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കും. ഈ നിയമങ്ങൾക്കെതിരെ കോടതിയിൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട്. ഫ്ലോറിഡ സംസ്ഥാനവും കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ റോൺ ഡി സാൻഡീസ് അനുമതിയില്ലാതെ രാജ്യത്ത് പ്രവേശിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനുള്ള നിയമം പാസാക്കി. കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള പണം കൂട്ടി. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് വധശിക്ഷ നൽകാനും നിയമമൂലം അനുമതി നൽകി. അടുത്തിടെ ഫെഡറൽ ഏജന്റുമാരും ലോക്കൽ പോലീസും സംസ്ഥാന പോലീസും ചേർന്ന് 1120 ക്രിമിനൽ കുടിയേറ്റക്കാരെ ഫ്ലോറിഡയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഫ്ലോറിഡയുടെ സാമ്പത്തിക രംഗത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാഷണൽ അസോസിയേഷൻ ഓഫ് റിയൽറ്റർമാരുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ 4/1 ഭാഗവും ഈ മേഖലയിൽ നിന്നാണ്. സൗത്ത് ഫ്ലോറിഡയിൽ ഏകദേശം 11,000 റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുണ്ട്. ഇത് ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക് തുടങ്ങിയ വലിയ നഗരങ്ങളിലെ ഏജന്റുമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. കോവിഡ് കാലത്ത് ഫ്ലോറിഡയിലെ ഹൗസിംഗ് മേഖലയിൽ വലിയ ഉണർവുണ്ടായി. എന്നാൽ ഇപ്പോൾ അത് താഴേക്ക് പോവുകയാണ്. റെഡ്ഫിന്നിൻ്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് വീടുകളുടെ വിൽപ്പന കുറഞ്ഞു. അതുപോലെ വീടുകൾ വാങ്ങാനില്ലാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് ഈ മേഖലയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. മിയാമിയിലെ ഒരു ഏജന്റ് പറഞ്ഞത്, അടുത്ത കാലത്ത് ബ്രിക്കൽ ഡിസ്ട്രിക്റ്റിലെ ലക്ഷറി വീടുകൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്ന 2/3 ഭാഗം ആളുകളും ആ പ്ലാൻ ഉപേക്ഷിച്ചു എന്നാണ്. വിസയിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഡിമാൻഡ് കുറഞ്ഞു. സ്ഥിരമായി ഇവിടെ താമസിക്കാനാവാത്ത ചില ആളുകൾ വീടുകൾ വിറ്റ് യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കയിലോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഗ്രീൻ കാർഡ് എടുക്കാൻ വരുന്നവരുടെ എണ്ണവും കുറഞ്ഞു എന്ന് ഒരു ഇമിഗ്രേഷൻ ലോയർ പറയുന്നു. വൺ വേൾഡ് പ്രോപ്പർട്ടീസിൻ്റെ CEO പെഗ്ഗി ഒലിൻ പറയുന്നത്, അവർ കാത്തിരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണ്. അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടാൽ ലോകം മുഴുവൻ ഒരു നിമിഷം പോസ്റ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ. ഫ്രാൻസിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള വന്ന ക്ലയൻറ്റുകൾ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചുള്ള പേടി കാരണം മാറിയെന്നും അവർ കൂട്ടിച്ചേർത്തു. താഴ്ന്ന വരുമാനമുള്ളവരെയും ട്രംപിൻ്റെ നയങ്ങൾ ബാധിക്കുന്നുണ്ട്. പല ലാൻഡ് ലോർഡർമാരും വീട് വാടക കൊടുക്കുന്നതിന് മുൻപ് US സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ലോങ് ടേം വിസ ചോദിക്കുന്നു. മുൻപ് താൽക്കാലിക വിസയിൽ വന്നവർക്കും വീട് വാടക കൊടുക്കുമായിരുന്നു. ചില ലാൻഡ് ലോർഡർമാർ രേഖകളില്ലാത്തവരായും സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ മോർട്ട്ഗേജുകൾ US പൗരത്വം ഇല്ലാത്തവർക്കും സ്ഥിരതാമസക്കാർക്കും നിർത്തലാക്കി. FHA മോർട്ട്ഗേജുകൾ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറും 3.5% ഡൗൺ പേയ്മെൻറ്റും മതിയായിരുന്നു. ഫിനാൻസ് ഫ്ലോറിഡയുടെ CEO അലക്സാണ്ടർ ജോസ് ഗണ്ടാരില്ല പറയുന്നത്, ഇതിപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ്. ട്രംപിൻ്റെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പയിൻ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ താഴ്ത്തുന്നു. മിയാമിയിലെ ശമ്പളം കഴിഞ്ഞ വർഷത്തേക്കാൾ 1.2% മാത്രമാണ് വർദ്ധിച്ചത്. മുൻപിത് 7%. ഇത് രാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം മിയാമിയിൽ ജോലി സാധ്യതകൾ കൂടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു. റെഡ്ഫിനിലെ സാമ്പത്തിക ഗവേഷക മേധാവി
ഷെൻ സാവ് പറയുന്നത് അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്നത് സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ്. വിദേശികൾക്ക് അമേരിക്കയിൽ നിക്ഷേപം നടത്താൻ താല്പര്യമില്ല. US റിയൽ എസ്റ്റേറ്റ് ആകർഷകമായ ഒന്നായി അവർ കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.